ഹലോ നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഡേ 47 ആണ് കേട്ടോ. മാത്രമല്ല ഇന്നത്തെ ഫ്രൈഡേ ആണ്. നാളെ നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് വരും. സോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നാളെ പല കാര്യങ്ങൾക്കും ഒരു തീർപ്പാക്കേണ്ട ഒരു ദിവസമാണ്. അപ്പൊ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ കണ്ടറിയാം. നമുക്ക് കമന്റ് അറിയാം, നമ്മൾ ആരുമല്ല, നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് അത് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇന്ന് നമുക്ക് എപ്പിസോഡിലേക്ക് തുടങ്ങാം. രാവിലെ തന്നെ നമ്മുടെ ഓസ്തലമ്മ ഐഷസ എന്ന് പറയുന്ന സോങ് ആയിരുന്നു കേട്ടോ പ്ലേ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ബിന്നിയും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഷാനവാസിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ബിന്നി ചോദിക്കുന്നുണ്ട്, ഷാനവാസ് മിണ്ടിയോ നിങ്ങളോട്, ആരോടാണ് പ്രശ്നം, നൂറയോടാണോ ആദിലയോടാണോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ നൂറ പറയുന്നുണ്ട് മിണ്ടിയിട്ടില്ല, ആള് പേഴ്സണൽ ആയിട്ട് ടാസ്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന് എനിക്ക് അറിയത്തില്ല, ഞങ്ങളിൽ രണ്ടുപേരോടും മിണ്ടുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നൂറ പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട് ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, രണ്ടു പേരുടെ ഭാഗവും കേട്ടിട്ട് വേണമായിരുന്നു സംസാരിക്കാൻ ആദില എന്നുള്ള രീതി പറയുമ്പോൾ നമ്മുടെ നൂറ പറയുന്നുണ്ട് അവളാണ് എടുത്തു കാട്ടിയത്, അവളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദിലയും നെവിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആദില പറയണേ എന്താന്ന് വെച്ചാല് ടാസ്കിനിടയിൽ ആണ് അങ്ങനെ ഒരു സംഭവം. അതായത് നമ്മുടെ ഹോട്ടൽ ടാസ്കില് ആദില നമ്മുടെ ദേഷ്യം വന്ന ടൈമിൽ അങ്ങനെ ടാസ്കിനിടയിൽ ബിന്നിയെ ചെരുപ്പൂരി ഇങ്ങനെ അടിക്കുന്ന പോലെ കാണിച്ചായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ബിന്നി അക്ബറും കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. അപ്പം ടാർഗറ്റ് ചെയ്യുന്ന ആദിലയാണ്. അപ്പൊ അത് വെച്ചിട്ട് നെവിൻ ഒന്നും വിചാരിക്കരുത് എന്നുള്ള രീതിയിൽ നെവിനോട് പറയുന്നുണ്ട്. അതായത് എന്റെ ഇഷ്യൂ വെച്ചിട്ടായിരിക്കും നിന്നെ അവര് ടാർഗറ്റ് ചെയ്യുന്ന, കാരണം എനിക്കിട്ട് പണി തരാനുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് നീ അത് ആരോടും ചോദിക്കാതെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതാ എനിക്ക് തെറ്റായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ട് അവരമ്മ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളുടെ ഒരു കിടപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതില് ഇപ്പോ ആദിലയും നൂറി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് എപ്പിസോഡിൽ ലാസ്റ്റ് ആയപ്പോ മാറി കേട്ടോ ആൾക്കാരുടെ, അവരുടെ രണ്ടുപേരുടെയും ആ ഒരു നിലപാടൊക്കെ മാറുന്നുണ്ട്. ആദ്യമേ ഷാനവാസിന്റെ കൂടെ നിന്നിട്ട് പിന്നെ റിയാസ് വന്നപ്പോഴത്തേക്കും രണ്ടുപേരുടെ സ്റ്റാൻഡ് മാറിയായിരുന്നു. ആദില നേരെ നെവിന്റെ സൈഡിലോട്ടായി. അത് ചിലപ്പം വെളിയിൽ നിന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാരണത്തായിരിക്കാം നെവിന്റെ സൈഡിലോട്ടായി, റിയാസിന്റെ വാക്ക് കേട്ടിട്ടായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇന്ന് എപ്പിസോഡിന്റെ അവസാനം ഷാനവാസിന്റെ സൈഡിലോട്ട് മാറുന്നേയും കാണുന്നുണ്ട്. അതേപോലെ ഷാനവാസിനും കുറച്ച് സ്റ്റാൻഡ് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതിനെ കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ ആണ് കേട്ടോ നടക്കുന്നത്. ഇതില് ബി ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മുടെ റെന സാബുമാനിൽ നിന്ന് എല്ലാരും കൂടെ സെലക്ട് ചെയ്തിരിക്കുന്നത് റെനയാണ്. അതായത് ഏറ്റവും കൂടുതൽ സ്റ്റാർ കുറവുള്ള രണ്ടുപേരിൽ നിന്ന് ഒരാളായിട്ട് റെനേനെയാണ് കേട്ടോ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും വന്ന് ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം ഫുള്ള് ലൈവ് കണ്ട ഒരാളാണ് ഞാൻ. ഫുള്ള് അടിയോട് അടിയായിരുന്നു കേട്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉടനെ അനീഷ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ജനറൽ മാനേജറായ ലക്ഷ്മിയാണ് പറയുന്നത്, കാരണം തൊഴിലാളികൾക്ക് എന്തോ നിഷ്ഠൂരവും തൊഴിലാളികളെ അങ്ങനെ തള്ളിക്കളഞ്ഞു എന്ന്, എന്റെ നോമിനേഷൻ പവർ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യത്തിൽ മനഃപൂർവ്വം എനിക്കെതിരെ വ്യക്തിഹത്യ ചെയ്ത് നിന്നവരാണ്. കാരണം സ്റ്റാർ കൂടുതൽ കിട്ടിയ നോമിനേഷൻ പവർ കിട്ടൂന്ന് പറഞ്ഞില്ലേ, അതിനാണ് പറയുന്നത്. അതിന് എന്തായാലും അതിന് അത് പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അനീഷ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തത്. ലക്ഷ്മി ഒരു കൊടുക്കാതിരിക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു, അവളത് തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു ഗെയിം ആണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അനീഷ് ലക്ഷ്മി പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നല്ല വലിച്ചു നീട്ടൽ ഉണ്ടായിരുന്നു ലൈവില്, ഒത്തിരി വലിച്ചു നീട്ടി അനീഷ് സംസാരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഇരിക്കാനൊക്കെ പോയി പറഞ്ഞു കേട്ടോ. എന്നിട്ട് അഭിലാഷം എന്ന് പറയുന്നത് ഷാനവാസിനെയാണ്, കാരണം ടാസ്ക് അലമ്പാക്കി എന്നുള്ളൊരു കാരണം കണ്ടിട്ടാണ് ഈ പറയുന്ന എല്ലാവരും ടാസ്ക് അലമ്പാക്കി. ഷാനവാസിന് കുറെ വോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗസ്റ്റിനോട് റെസ്പെക്ട് ഇല്ലാതെ പെരുമാറി, ഇതൊക്കെ തന്നെയാണ് ഷാനവാസിന്റെ റീസൺ. അപ്പൊ പിന്നെ ഒണിയില് വന്നിട്ട് പറയുന്നതും നമ്മുടെ ഷാനവാസിനെയാണ് കേട്ടോ. അതെ, ഒനിയില് ഷാനവാസിനെയാണ് പറയുന്നത്, സാബുമാൻ ഷാനവാസിനെയാണ് പറയുന്നത്, അക്ബറും ഷാനവാസിനെയാണ് പറയുന്നത്, ആര്യൻ അനീഷിനെ പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും എംപ്ലോയി റിസപ്ഷന്റെ ഫ്രണ്ടി വന്നിട്ട് സ്ട്രൈക്ക് വിളിക്കോ എന്നിങ്ങനെയാണ് ആര്യൻ ചോദിക്കുന്നത്. അപ്പൊ അനീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് പറയാൻ കേൾക്കാതിരുന്നു, അത് ലിവിംഗ് റൂമിൽ പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലേ, ഞാൻ പറയുന്നത് കേൾക്കേണ്ടതല്ലേ GM, അതുകൊണ്ട് ഞാൻ സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ പറയുന്ന ഒരു കാര്യം ആരും കേൾക്കാറില്ല എന്നിങ്ങനെ പറഞ്ഞ് അനീഷ് കിടന്ന് വാദിക്കുന്നുണ്ടായിരുന്നു.
അപ്പം ആര്യൻ പെട്ടെന്ന് ഇത് അനീഷ് ഇങ്ങനെ കിടന്ന് സംസാരിച്ച് തുടങ്ങിക്കാൻ നിർത്തത്തില്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പം ആര്യൻ എന്റെ സ്പേസ് ആണെന്ന് പറയുമെങ്കിലും അനീഷ് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം കൂടി ബഹളം വെക്കുന്നുണ്ട് അനീഷ് സംസാരിക്കുന്നതിന്. അതിന്റെ ഇടയ്ക്ക് അക്ബർ പറയുന്നുണ്ട്, നീ അല്ലേ പറഞ്ഞത് നീ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മിണ്ടായിരിക്കണം ബാക്കിയുള്ള, എന്നിട്ട് ബാക്കിയുള്ളവർ സംസാരിക്കും നീ മിണ്ടുന്നത് എന്തിനാണ്, നിനക്ക് മര്യാദയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അക്ബറിന്റെ അടുത്തും ആര്യൻ ചൂടാവുന്നുണ്ട്, അനീഷ് ചൂടാവുന്നുണ്ട്. അപ്പം പിന്നെ ഗിസയിലാണ് വരുന്നത്. ഗിസയില് അനീഷിനെയാണ് പറയുന്നത്. അതായത് നോമിനേഷൻ സമയത്ത് ഇങ്ങനെ ഒന്ന് കടന്ന് ബഹളം വെച്ച് സംസാരിച്ചതിന് പിന്നെ കുറെ പേര് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. അതായത് നോമിനേഷൻ ആണ്, ചർച്ചയല്ല ഇത് എന്നാണ് നമ്മുടെ ഗിസയിൽ കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ശോഭ വന്ന് ഒരു മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അനീഷ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് പിന്നീട് അതൊരു പ്രശ്നമാക്കി മാറ്റായിരുന്നു ചെയ്തിരുന്നേന്ന് പറയുമ്പോ, അപ്പൊ അനീഷ് പറയുന്നുണ്ട് അത് ഗസ്റ്റിനെ ഞാൻ അപമാനിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗസ് ഫുള്ള് കിടന്ന് അനീഷിനെ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനു വന്നിട്ടും അനീഷിന് എന്നെ പറയുന്ന കാര്യം, ഇത് ലൈവിൽ കുറെ നേരം കിടന്ന് അനീഷ് സംസാരിച്ചട്ടെ, വെറുപ്പിച്ച ലാസ്റ്റ്, അതുകൊണ്ടാണ് അനു അനീഷിനെ ചെയ്തത്. അതേപോലെ ആദില ഷാനവാസിനെ പറയുന്നുണ്ട്. അതായത് ഷാനവാസ് നെവിൻ വിഷയത്തില് ആദ്യമേ എടുത്ത് സംസാരിക്കേണ്ടി വന്ന നെവിന്റെയും നെവിന്റെ ഫാമിലിയും ബാധിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വന്നു. അതിൽ ഷാനവാസാണ് കാരണം എന്നുള്ള രീതി. അതേപോലെ തന്നെ അതില് പറയുന്നുണ്ട്, ഇതൊരു നെവിൻ ഒരിക്കലും ഒരു LGBTQ റെപ്രസെന്റ് ചെയ്ത് വന്നതല്ല, അത് പലരും ഇവിടെ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അതില് പറയുന്നുണ്ട് കേട്ടോ. അതെ. പിന്നെ നൂറ് വന്നിട്ട് ഷാനവാസിനെ പറഞ്ഞത് ഗസ്റ്റിന് വന്ന് റെസ്പെക്ട് ഇല്ല എന്നിങ്ങനെ പറയുന്നത്. രണ വന്നിട്ടും സെയിം ഇത് തന്നെ ഷാനവാസിനെ പറയുന്നുണ്ട്. ബിന്നി വന്നിട്ട് ആദിലയാണ് പറയുന്നത്. കാര്യം ഈ ഒരു വിഷയം, അതായത് നെവിന്റെയും ഇതിന്റെ വിഷയം ആദിലയാണ് എടുത്തിട്ടത്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് അവരുടെ കൺസേൺ ഇല്ലാതെയാണ് എടുത്തിട്ടത്, അതുകൊണ്ടാണ് ആദിലെ പറയുന്നത്. ലക്ഷ്മി വന്നിട്ട് ഷാനവാസിനെ പറയുന്നുണ്ട്, സെയിം റീസൺ. ഷാനവാസ് വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഈ ഷാനവാസിന്റെ ആറ്റിറ്റ്യൂഡിനെ പറഞ്ഞായിരുന്നു. ഈ സീരിയല് പോലെ ഇങ്ങനെ ഹീറോ പരിവേഷം കാണിക്കുന്നതിനൊക്കെ അഭിനയിക്കുന്നൊക്കെ ഗസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുമല്ലോ, അപ്പൊ അത് വെച്ചിട്ടാണ് ഷാനവാസ് വന്നിട്ട് പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡ് എന്റെ ലൈഫിലും ഉള്ളതാണ്. പിന്നെ 4 സ്റ്റാർ കിട്ടിയത് എനിക്ക് വർക്കൊക്കെ ചെയ്തിട്ടാണ്, അല്ല ചുമ്മാതല്ല. പിന്നെ റിയാസ് ഗോസിപ്പ് കാര്യം ചോദിച്ച് പേഴ്സണലി തീർച്ചയാണെന്ന് പറഞ്ഞത്, ആ വിഷയം അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആര്യനെയാണ് ചെയ്തത്, ക്യാരക്ടറിൽ നിന്നും മാറി നിന്ന് എന്നുള്ളതെന്ന് പറഞ്ഞിട്ട്. നെവിൻ വന്നിട്ട് അനുവിനെയാണ് പറഞ്ഞേക്കുന്നത്, ഡിപ്ലോമാറ്റിക് ആണ്. അതായത് ഗിസേലിനും ഷാനവാസിനും ഓപ്ഷൻ വന്നപ്പോഴത്തേക്കും ഗിസേലിന് കൈപൊക്കിയില്ലായിരുന്നു ഇല്ലേ, രണ്ടുപേർക്കും കൈപൊക്കിയില്ല. പിന്നെ ബിഗ് ബോസ് ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞപ്പോ പിന്നെ ഗിസേലിന് മിണ്ടാതെ നിന്നിട്ട് ഷാനവാസ് എന്ന് പറഞ്ഞപ്പോ ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈപൊക്കായിരുന്നെന്നാണ് കേട്ടോ നെവിൻ പറയുന്നത്. അതെ. ജിഷിം വന്നിട്ട് അക്ബറിനെയാണ് പറയുന്നത്. അതായത് കുത്തിത്തിരിപ്പ്, ഓരോരിടത്തുനിന്ന് ഓരോ കഥകളും കേട്ടിട്ട് അവിടെ എരിവേറ്റി വിടുന്ന ഒരു കുത്തിത്തിരിപ്പ് പരിപാടി ഉണ്ടാക്കുന്നു. ഈ ഷാനവാസ് നെവിൻ വിഷയത്തിലെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അക്ബറിനെ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് എണീറ്റ് നിന്നിട്ട് അപ്പൊ പറയുന്നുണ്ട്, അത് വന്ന ദിവസം മുതലേ അവ അങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ചെന്നായെ പോലെയാണ് എന്നൊക്കെ, ഒരു 1.5 ചെന്നായിയാണെന്നൊക്കെ ഷാനവാസ് അക്ബറിനെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് 9 വോട്ട് കിട്ടിയിട്ട് ഷാനവാസും നമ്മുടെ റെനയാണ് ജയിലിൽ പോകാനായിട്ട് അവർ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആദില വന്നിട്ട് ഇങ്ങനെ ഹൗസ് മീറ്റ്സിന്റെ അടുത്ത്, കാരണം ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, അപ്പൊ അതിനെപ്പറ്റി ആദില പറയുന്നത്, ഞാന് നെവിനോട് കുറച്ച് ഡേയ്സ് ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമേ എന്റെ കയ്യിൽ നിന്ന് പോയതാ, ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത്, അതായത് ഈ പാത്രം വലിച്ച് ഷാനവാസ് എറിയുന്ന ടൈമില് നൂറ പറഞ്ഞായിരുന്നു അറിയാതെ പോയതാണെന്ന്. അപ്പൊ ആദിലയുടെ വായിന്ന് ഇങ്ങനെ വീണായിരുന്നു, നീ ഇവിടെ വൃത്തിയായിട്ട കാർഡ് ഇറക്കിയിട്ടാ നിൽക്കുന്നത്. അത് നെവിൻ പിടിച്ചു കയറിയപ്പോഴത്തേക്ക് ഞാൻ ഷാനവാസിനോട് പോയി ചോദിച്ചോട്ടെ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്ന് പറഞ്ഞത്. പക്ഷെ ഇതിന് മുന്നേയും ഷാനവാസ് ഇത് പറയുന്നുണ്ടായിരുന്നു, പറയാനായിട്ട് ഇരുന്നായിരുന്നു, അല്ലാതെ ഞാൻ പറഞ്ഞതിന്റെ പേരിലല്ല പറയാനിരുന്നേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ഒരു 45 വയസ്സായ ഒരു മനുഷ്യന്റെ ചിന്താഗതിയല്ല നിങ്ങൾക്കുണ്ടാവുന്നത്, നിങ്ങളായിരുന്നു, നിങ്ങൾ ഇത്ര പുരോഗമനമായിട്ട് നിൽക്കുന്ന നിങ്ങളായിരുന്നു ആളെ സപ്പോർട്ട് ചെയ്തിട്ടത്, പക്ഷെ നിങ്ങൾ ആളെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നെവിൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഒരു ഫിമൈൻ മാനറിസം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അങ്ങനെയുള്ളത്, അവരിപ്പോ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ ജീവിക്കുന്നവരാണ്. അപ്പൊ അല്ലാതെ വേറൊരു രീതിയൊന്നും അല്ല ഞാൻ ആക്കിയത്, എനിക്ക് ഇതിന്റെ ഒരു തീർപ്പ് എന്തായാലും കിട്ടിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നെവിൻ പറയുന്നുണ്ട്. അപ്പം അനു വന്നിട്ട് പറയുന്നുണ്ട്,
ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആദില വന്നിട്ട് അനുവിനോട് ചോദിക്കുമായിരുന്നു, ഈ നിനക്ക് നെവിന്റെ കാര്യത്തിൽ എന്താ തോന്നിയെന്ന് പറഞ്ഞപ്പോ അനു പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടോന്ന് പറഞ്ഞപ്പം അതിൽ പിന്നെയും കിടന്ന് കുത്തി ചോദിക്കുമായിരുന്നു, പ്രവീണിനോട് അങ്ങനെ ചെയ്തല്ലേ, അപ്പൊ നീ അല്ലേ പ്രവീണിനോട് അവൻ അങ്ങനെയൊക്കെ കാണിക്കുന്നതല്ലേ, അവൻ ബാക്കിയുള്ളവർ ഓവറായിട്ട് ഇടപെടുന്നില്ലേ എന്നിങ്ങനെ കുത്തി ചോദിക്കുമായിരുന്നു, ചോദിച്ച് പുറകെ നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അനു പറഞ്ഞു, അപ്പൊ ആദില പറഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല ചോദിച്ചത്, പ്രവീണിന്റെ വിഷയത്തില് അനു പ്രവീണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നെവിൻ കുറച്ച് അടുക്കുമ്പോ നീ ഒന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചതെന്നാണ് ഇവിടെ ആദില പറയുന്നത്. പിന്നെ ലൈവിൽ ഒരു കാര്യമുണ്ട്, ലൈവില് പറഞ്ഞു വന്നപ്പോ എല്ലാവരും നെവിനെ പറ്റി ഇത് കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതെ, പറഞ്ഞ ഈ നെവിന്റെ കൂടെ ഇപ്പൊ കൂട്ടിരിക്കുന്നവരെല്ലാം നെവിൻ ഓവറാണ്, നെവിൻ അങ്ങനെയാണ്, സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാം, അതും കൂടി പറയണമല്ലോ. അപ്പൊ ഇതെനിക്ക് ഇതിൽ ആദില പറയുന്നുണ്ട് ഇതാണ് അനുവിന്റെ ഡബിൾ സ്റ്റാൻഡ്, അപ്പൊ ഇത് മാറ്റിയെടുക്കണം, എനിക്ക് തെറ്റുപറ്റി, കാരണം എനിക്ക് ചോദിക്കാൻ ആരോടും ഒരു ബുദ്ധിമുട്ടില്ലെന്നൊക്കെ ഇങ്ങനെ ആദില പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷാനവാസ് പറയേണ്ട ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്, നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ എല്ലാവരോടത്തും കൂടെ ആയിട്ട് ആദിലെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബിന്നി വന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് നിവിന്റെ ഇഷ്യൂ ആദിലയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോഴാണ് നിവിന്റെ ഇഷ്യൂ ആദില എടുത്തിട്ട്, കാരണം ആദിലയുടെ വായിന്ന് നീ ഇവിടെ വൃത്തിയിട്ട കാര്യം എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോ അത് സീനായേന് ആദിലയ്ക്ക് ഒരു എക്സ്ക്യൂസിന് വേണ്ടിയിട്ടാണ് ഷാനവാസിനോട് പോയി ചോദിച്ചത് ഈ ഒരു കാര്യം എടുത്തിട്ടതും ഇത്രയും പ്രശ്നങ്ങളായാലും കുത്തിത്തിരിപ്പ് ആദിലയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ബിന്നി വന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ബിന്നി പറയുന്നത് വെച്ചാൽ ആദ്യം നെവിനോടും കൂടെ ചോദിച്ചിട്ട് വേണമായിരുന്നു ഈ കാര്യം ഇങ്ങനെ സംസാരിക്കാനായിട്ട്, ക്ലിയർ ചെയ്തിട്ടായിരുന്നു മാത്രമല്ല റിയാസ് വന്നതിന് ശേഷമാണ് നെവിനോട് അവൾക്ക് ചോദിക്കണം എന്ന് പോലും തോന്നിയത്, അതിനു മുമ്പേ ഫുള്ള് ഷാനവാസിന്റെ കൂടെ ആയിരുന്നു എന്നാണ് കേട്ടോ പറയണേ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഒന്നിയിലും നമ്മുടെ അഭിലാഷിനെ വിളിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ഫ്രണ്ട്സാ, ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്, അപ്പൊ ഞങ്ങൾക്ക് ഇത് വേറൊരു രീതിയിൽ തോന്നില്ല എന്ന് പറയുമ്പോൾ അനീഷ് ഉടനെ ചാടി എന്നിട്ട് പറയാം ഇത്ര നേരം എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു നെവിനോട്, ഇപ്പൊ വെരി ചീപ്പായി പോയി എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ നമ്മുടെ ഷാനവാസ് എന്നിട്ട് പറയാം ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് ഞാൻ, ഇവിടെ ഒരു ചെന്നായി അല്ല, ഇവിടെ 3-4 ചെന്നായികളുണ്ട്, അതിൽ 2 അതിൽ നൂറ, പിന്നെ 1 അഭിലാഷ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നൂറ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് നോക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് നീയൊക്കെ പോയിട്ടല്ലേ അഭിലാഷിനോട് പോയി ഓരോന്ന് പറയാം. അപ്പൊ നൂറ് ഞങ്ങൾ എന്ത് അഭിലാഷിനോട് പറഞ്ഞു, അഭിലാഷിനോട് ഞങ്ങൾ എന്ത് പറയേണ്ട കാര്യം ചോദിക്കുമ്പോൾ അഭിലാഷ് പറയുന്നത് ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നത് നിന്നെയൊക്കെ പറ്റി എന്തിനാ ഞങ്ങൾ സംസാരിക്കാൻ, നീയൊക്കെ ഞങ്ങൾക്ക് ഒരു മാറ്ററേ അല്ല എന്നുള്ള രീതിയിൽ അഭിലാഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് അവിടെ ഒരു സംഭവം നടന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ലൈവിലുണ്ടായിരുന്നു. ഷാനവാസ് ഇങ്ങനെ അഭിലാഷുമായിട്ട് തർക്കം കൂടി വരുന്നുണ്ടായിരുന്നു. ഷാനവാസ് ഇങ്ങനെ ഇല്ല പട്ടീനെ വിളിക്കണ പോലെ ഇന്നാന്നും പറഞ്ഞ് ഫുഡ് ഇട്ട് കൊടുക്കുന്ന കണക്കൊക്കെ നമ്മുടെ അഭിലാഷിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നി. കുറച്ച് ഗസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര ഓവറാണ്. അതെ, ചുമ്മാ പാട്ട് പാടി എനിക്ക് തോന്നുന്നു എന്തോ വെളിയിൽ ഇതൊക്കെ പാട്ടിട്ടിട്ട് ഒരു ഹീറോ പരിവേഷമാണെന്നോ എന്തോ വന്ന ഗസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ആൾക്ക് ഇത്തിരി പേഴ്സണൽ പോസിറ്റീവ് ആണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുവേണ്ടി മനഃപൂർവ്വം കുറച്ച് കാര്യങ്ങൾ ആള് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട് ഷാനവാസിന് ഒരു 3rd പേഴ്സന്റെ കാര്യം എനിക്കിത് കേൾക്കേണ്ട കാര്യമില്ല, ഷാനവാസിന്റെയും നെവിന്റെയും മാത്രം ഇതെനിക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ അത് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും, മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതും തുറന്ന് ഞാൻ കാണിക്കും, നാളെ ഇവിടുന്ന് ഇനി പോകേണ്ടി വന്നാലും നെഞ്ചും പിടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി പോകും, ഞാൻ ആര് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഇരുന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നുണ്ട് ഈ പ്രശ്നത്തിൽ എന്നെ വലിച്ചിട്ടിട്ട് പലരും അവരുടെ സൈഡിൽ നിന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ എന്നെ ഇതിൽ ഒറ്റയ്ക്ക് ആക്കാനായിട്ട് നോക്കും, നമ്മുടെ ആദിലെ നൂറേയും പറ്റി പറഞ്ഞത് അതിന് ഞാൻ വിട്ടുകൊടുക്കില്ല, അവരുടെ മുഖം മൂടി ഞാൻ വലിച്ചെറിയും എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്ത് വന്നാലും നാളെ ലാലേട്ടന്റെ മുമ്പിൽ തെറ്റ് ചെയ്തത് ഞാൻ തുറന്നു കാണിച്ചിട്ട് ഞാൻ നെഞ്ചും വിരിച്ചോടെ ഇറങ്ങി പോകുന്ന പറഞ്ഞ ഷാനവാസ് രാത്രിയായപ്പോ ആദിലെ നൂറേടത്തും പറയുന്നുണ്ടായിരുന്നു ഞാൻ നാളെ നെവിനോട് സോറി പറഞ്ഞതിന് ചോദിക്കാതിരുന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി അത് എല്ലാരും തിരിഞ്ഞ് അങ്ങനെയാണെങ്കിൽ സോറി പറയാനായിട്ടിരിക്കുകയായിരുന്നു ലാലേട്ടന്റെ മുമ്പിൽ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അതിന്റെ ഉദ്ദേശം തോന്നി എനിക്ക് മനസ്സിലായി. അതെ, ഷാനവാസ് പല കാര്യത്തിലും ഈ നെവിന്റെ കാര്യത്തിൽ പറയുന്നത് ഓരോ ദിവസം ചെല്ലുമ്പോഴും മാറ്റി പറയുന്നുണ്ട്. നാളെ ഇനി എന്താവും നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ ഇവിടെ ജിഷിന് ഇന്ന് അവർക്ക് ഫിഷ് ഉണ്ട് കറി വെക്കാനായിട്ട്. അപ്പൊ ജിഷിനും
ഗിസയിലും വെജാണ്. ആര്യനും വെജാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതില് ജിഷൻ വന്നിട്ട് അനു അവിടെ പയർ ഈ വെജിറ്റേറിയൻകാർക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ജിഷൻ വന്നിട്ട് എന്തിനാണ് അത് ചെയ്തത്, എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യാം, ഇതിന് വേവ് കൂടിപ്പോയി, മേലെ പാട കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജിഷൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അനു പറയുന്നത് ഞങ്ങൾ കിച്ചൺ ടീം അല്ലേ, ഞങ്ങൾ ചെയ്തുതരാന്ന് പറയുമ്പോൾ പറ്റില്ല, ജിഷനുള്ളത് ജിഷൻ ചെയ്ത് കഴിച്ചോളാന്ന് പറയാം. അപ്പൊ അഭിലാഷ് പറഞ്ഞാൽ അത് പറ്റില്ല, ഞങ്ങൾ ഉണ്ടാക്കി തരുന്ന കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ജിഷൻ പറയുന്നത് നിങ്ങൾ മീൻ എടുക്കുന്ന കൈ കൊണ്ടൊക്കെ കുക്ക് ചെയ്യുന്നത് അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ മീൻ എടുക്കുന്ന കൈ കൊണ്ടല്ല കേട്ടോ, മീൻ എടുക്കുന്നതിന് മുന്നേ ഈ വെജുകാർക്കുള്ളത് കുക്ക് ചെയ്തിട്ട് പിന്നെയാണ് അനു മീനിൽ തൊട്ടത് കേട്ടോ. വെജിറ്റബിൾ കറി എല്ലാം ചെയ്തതിന് ശേഷം മാത്രം നോൺ വെജ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് അവർ ചെയ്തത്. അപ്പൊ ജിഷന് എന്നും ഈ ജിഷനുള്ള ഫുഡ് ജിഷനാണ് കുക്ക് ചെയ്യണം. ജിഷൻ ഒരു ലൈവില് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ഇങ്ങനെ ആരെങ്കിലും മീനിട്ട് കൈ കൊണ്ടൊക്കെ ചെയ്താൽ എനിക്ക് ഹൈജീൻ ഇഷ്യൂസ് ആണ്, എനിക്കൊന്നും വേണ്ടെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ണിയിലും എല്ലാവരും അത് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേര് ഒരു വഴക്ക്, അപ്പൊ എന്നെ പട്ടിണിക്കിടാൻ നോക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ജിഷൻ നിൽക്കുന്നു. എനിക്കതൊരു അനാവശ്യ വഴക്കായിട്ടാണ് തോന്നിയത്. കാരണം കിച്ചണിലും നല്ല വൃത്തിക്കാണ് കുക്ക് ചെയ്തിരുന്നത്. ഇത് ബിഗ് ബോസ് വീടാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ചില വെജിറ്റേറിയൻകാർക്ക് പറ്റത്തില്ല, ഇച്ചിരി ഓവർ ഇതായിരിക്കും. അവര് ഈ നമ്മൾ ഓംലെറ്റ് ഒക്കെ ചെയ്യുന്ന തവയിലൊന്നും ദോശ, അവർക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ബിഗ് ബോസ് വീട്ടിൽ വരരുത്. അതെ, ഇതില് ലാസ്റ്റ് ജിഷൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വേസ്റ്റ് വർത്താനം കേട്ടിട്ട് ഈ വേസ്റ്റ് കഴിക്കാൻ എന്റെ പട്ടി വരുമെന്ന് പറഞ്ഞ ഫുഡിനെ അപമാനിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ. പിന്നെ ഒനിയിലും ഇടയ്ക്ക് ഒന്ന് ഭയങ്കരമായിട്ട് ചൂടാകുന്നൊക്കെ ഉണ്ട്, ഒനിയില് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നതും അതും മോശം തന്നെയാണ്. അതെ, അങ്ങനെ ഫുഡ് കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. എന്നാൽ രാത്രി എന്തായാലും സോൾവ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഗിസയിൽ നിൽക്കുന്നുണ്ട് ജിഷന്റെ കൂടെ. അതും ജിഷയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം, അതിനാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ടാസ്കിന്റെ പേര് BB എയർലൈൻസ് എന്നായിരുന്നു കേട്ടോ. അത് ഒനിയലും ആദിലയും ഗിസയിലും ആണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നേക്കുന്നത്. അതായത് വിമാനം പറത്തണം, അതാണ് ഇവരെല്ലാം പൈലറ്റ് ആണ്. 3 പോഡിയം കാണും, 3 പോഡിയത്തിൽ ഓരോരുത്തർക്കും ഉള്ള പേര് കാണും. അതിൽ ഓരോരുത്തർക്കും ഓരോ കളർ പേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വിമാനം ഉണ്ടാക്കിയിട്ട് ഒരു മാർക്ക് ചെയ്യുന്നത്, അതായത് തിരുവനന്തപുരം എയർപോർട്ട് അല്ലെ, ചെന്നൈ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ എയർപോർട്ടിലേക്ക് ഇവർക്ക് ഈ വിമാനം ഉണ്ടാക്കിയിട്ട് പറത്തണം. ബസർ ടു ബസർ ആണ്, ഓരോരുത്തർ വന്ന് പറത്തണം. അപ്പൊ ഓരോ എയർപോർട്ടിനും ഓരോ പോയിന്റ് ആയിരിക്കും. ട്രിവാൻഡ്രം പോയിന്റ് 5 പോയിന്റ് ആയിരിക്കും, കൊച്ചി എയർപോർട്ടിന് 3 പോയിന്റ്, കണ്ണൂർ എയർപോർട്ടിന് 1 പോയിന്റ്. അപ്പൊ ഏറ്റവും അങ്ങറ്റം കിടക്കുന്നത് ട്രിവാൻഡ്രം, അത് 5 പോയിന്റ് കിടക്കുന്നത്. അങ്ങനെ അവർ വന്ന് മത്സരിക്കുന്നുണ്ട്. അതിൽ ആദിലയാണ് ആദ്യം വന്ന് മത്സരിക്കുന്നത്. അതിലേക്ക് വിമാനം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. അതങ്ങനെ 1 പോയിന്റ് കിട്ടിയുള്ളൂ അല്ലേ. പിന്നെ വന്നത് നമ്മുടെ ഗിസയിലാണ്. ഗിസയിലും വലിയതായിട്ടൊന്നും ഇതില്ല, അത് പോയിന്റ് കുറവായിരുന്നു. പിന്നെ വന്നിട്ട് ഒനിയിലായിരുന്നു. ഒനിയിൽ നല്ല ഫസ്റ്റ് തന്നെ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ഒനിയിലാണ് ജയിച്ചത്. അങ്ങനെ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു, ജയിച്ച ക്യാപ്റ്റൻ ഒക്കെ ആയെന്ന് പറയുമ്പോൾ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ആഘോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒനിയിലാണ്. അല്ല, അത് ഡാൻസ് കളിക്കാൻ വേറൊരു കാരണം ഉണ്ട്. ഈ ഒരു കിച്ചൺ വഴക്ക് ഉണ്ടായ സമയത്ത് ജിഷൻ ഒനിയിലെടുത്ത് ചോദിച്ചായിരുന്നു, 2 വട്ടം ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ, അതിനൊക്കെ ഒരു യോഗ വേണോന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അതൊക്കെയാണ് ആൾക്ക് ഒരു സന്തോഷം. സത്യം പറഞ്ഞാൽ എപ്പിസോഡിൽ ഒന്നും കാണിക്കുന്നില്ല, ലൈവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. മെയിൻ ആയിട്ടുള്ളത് എപ്പിസോഡിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കട്ട് ചെയ്ത് കളയാ. കാരണം എനിക്ക് തോന്നുന്നു എന്നാലും എനിക്ക് തോന്നുന്നു എഡിറ്റേഴ്സിന് തോന്നി കാണാൻ ചുമ്മാ വഴക്ക് വെറുതെ ഇടണമെന്ന് എഴുതിയിട്ടായിരിക്കും കട്ട് ചെയ്ത് കളഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ പതിവ് പോലെ കുക്കീസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് ജിഷൻ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് പെർമിഷൻ എടുത്തിട്ടാണോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നെവിൻ പറയുന്നു ഞാൻ കിച്ചൺ ടീമിൽ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അനുവിന്റെ പെർമിഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ക്യാപ്റ്റൻസി ഉള്ളതെന്ന്, അല്ല ക്യാപ്റ്റൻ ആണ് കിച്ചന്റെ. അപ്പൊ അനുവിനോട് പോയി നെവിൻ ചോദിക്കുമ്പോൾ ചോദിച്ചിട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ നെവിൻ പറഞ്ഞു പിന്നെ ഇതിന്റെ അപ്പുറം പ്രശ്നത്തില ഞാൻ ഇരിക്കുന്നത്, ഇതൊന്നും എനിക്കിപ്പോ ഒന്നും അല്ലെന്നുള്ള രീതിയിൽ നെവിൻ പറഞ്ഞ് കുക്ക് ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതെ, അപ്പൊ ഗിസയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാരും ഇവിടെ ഫുഡ് കഴിക്കാതിരിക്കുക, അപ്പൊ നിങ്ങൾക്ക് കഴിക്കാല്ലേ, കുഴപ്പമില്ല കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഗിസയിലും ജിഷനും ഫുഡ് കഴിക്കാതിരിക്കുന്ന അവിടെ ആരും കൊടുക്കാനിട്ടല്ലോ. അവിടെ ഓൾറെഡി അവർക്ക് വെജ് കറിയും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ജിഷന്റെ കൂടെ നിൽക്കുന്നതിന്റെ പേരിലാണ് ഗിസയിൽ കഴിക്കാതിരിക്കുന്നത്. അവർക്ക് കഴിക്കാൻ അവിടെ എല്ലാം ഉണ്ട്. ഇവരെ വർത്താനം കേട്ടാൽ തോന്നും മനഃപൂർവ്വം ഇവിടെ ആരും ഫുഡ് കൊടുക്കാതെ പഠിച്ചും കിട്ടേക്കാന്ന് കേട്ടോ. അതെ അതെ. പിന്നെ ജിഷിൻ കഴിഞ്ഞ ദിവസം വരെ ജിഷിന്റെ കുക്കീസ് കഴിക്കുന്നതിന് ജിസയിലിന് ഒരു പ്രശ്നമില്ലായിരുന്നു, ഇപ്പോഴാണ് പ്രശ്നം വന്നത്. അതെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സ്പോൺസർ ടാസ്ക് വരികയാണ്. ഗ്ലാമറസ് ഗ്ലോ ചലഞ്ച് ആണ്, ഡാസ്ലറിന്റെ ആണ് കേട്ടോ. അതായത് 4 പേരടങ്ങുന്ന 3 ടീമായിരിക്കും. ഓരോ ടീമിലും 3 പേര് മോഡലായിരിക്കും. ഒരാള് ആങ്കർ ആയിട്ട് മാറണം.
റാമ്പിൽ കൂടെ നടക്കണം, അതിന്റെ ആ ഷെയ്ഡും കാര്യങ്ങളൊക്കെ, ഡാസലിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പറയണം. ടീം എ അനു, നെവിൻ, ഒനിയൽ, ബിന്നി ആയിരുന്നു. ഒനിയലാണ് ആങ്കർ. ടീം ബി സാബുമാൻ, ലക്ഷ്മി, ജിഷിൻ, നൂർ. അതിൽ സാബുമാൻ ആണ് ആങ്കർ ആയിട്ട് വരുന്നത്. ടീം സി ആര്യൻ, ഗിസേൽ, ആദില, രണ, ഫാത്തിമ. അതിൽ ആര്യനാണ് ആങ്കർ ആയിട്ട് വരുന്നത്. അപ്പൊ ജഡ്ജസ് അക്ബർ, അനീഷ, അഭിലാഷ്, ഷാനവാസ്. ഇവർ ഇത്രയും പേരാണ് ജഡ്ജസ്. എല്ലാവരും നല്ല രീതിക്ക് ഒരുങ്ങി നല്ല രീതിക്ക് റാമ്പാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിന്നറായിട്ട് ടീം സി, ആര്യന്റെ ടീമാണ് ജയിച്ചേക്കുന്നത്. അതിൽ നെവിന്റെയും അല്ലെ, ബിന്നിയുടെയും നെവിന്റെ ഒക്കെ നല്ല ഗിസേലിന്റെ ഒക്കെ നല്ല, ആര്യന്റെ റാമ്പാക്കൊക്കെ സൂപ്പർ ആയിരുന്നു. പക്ഷെ അത് ആര്യന്റെ അല്ല, നെവിന്റെ കിടിലായിരുന്നു കേട്ടോ. നെവിന്റെ ആ ഒരു നമ്മൾ ഈ റാമ്പാക്ക് ചെയ്യുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഇടുമല്ലോ. ഓ എന്റെ പൊന്നെ, നെവിന്റെ ആ ആറ്റിറ്റ്യൂഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതെ അതെ അതെ, നോട്ടവും ആറ്റിറ്റ്യൂഡും. ഓക്കെ, അപ്പൊ അങ്ങനെ ടീം സി ആണ് ജയിച്ചത്. അപ്പം ആര്യന്റെ കൂടി റാമ്പാക്ക് കാണിക്കണമായിരുന്നു. അതെ, ആര്യൻ എനിക്ക് തോന്നുന്നു ആങ്കർ ആയതുകൊണ്ടായിരിക്കും കാണിക്കാതിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇപ്പം എല്ലാരും കൂടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് സോൾവ് ചെയ്യുന്നുണ്ട് ജിഷിന്റെ ഇഷ്യൂ. അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇന്ന് എല്ലാവർക്കും രാത്രി വെജ് കറി ഉണ്ട്, ഇപ്പൊ എല്ലാവർക്കും അത് കഴിക്കാം. ഇനി തൊട്ട് നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ദിവസം അവർക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കണം, അവർക്ക് വേണ്ടത് അവർ ഇഷ്ടമുള്ളത് കുക്ക് ചെയ്ത് കഴിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് തീരുമാനിക്കേണ്ട അനീഷല്ല, അത് കിച്ചൺ ക്യാപ്റ്റൻ ആണ്, അവര് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജിഷൻ പറയുന്നുണ്ട് നോൺ വെജ് ഉണ്ടാക്കുന്ന ടൈമുകളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ തനിയെ കുക്ക് ചെയ്തത്, കാരണം ഞങ്ങളുടെ ഒരു കംഫർട്ട് അതാന്ന് പറയുന്നു. അപ്പൊ അതെന്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ അക്ബർ അങ്ങനെ പറയുകയാണെങ്കിൽ ഓരോ വട്ടം കിച്ചൺ ടീം കയറുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കിക്കോളാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ സാൻസോൺ ഉണ്ടല്ലോ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറില്, അതില് കുറച്ച് ടൈം വീട് സെക്യൂരിറ്റി ഓഫീസർ ആയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ആദിലയാണ് തെരഞ്ഞെടുത്തത്. ആദില പുറത്തിരിപ്പുണ്ട്. അപ്പൊ നൂറ് വന്നിട്ട് ഇങ്ങനെ ഓരോന്നും കുശലൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് വീട്ടിലെ കാര്യങ്ങളും അവരുടേതായ ക്വസ്റ്റ്യൻ വിഷയമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഇവിടെ വെസൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂറ് പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് നിങ്ങൾ കഴിച്ച പാത്രമാണ്, ഇത് എന്റെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത്. നൂറ് അത് കുഴപ്പമില്ല, ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആദിലയും നൂറയും അനുവും ഷാനവാസും കൂടെ ഗാർഡൻ ഏരിയയിൽ രാത്രി ഇരുന്നിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിൽ ആദില പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്, റിയാസ് ഗോസിപ്പ് എന്താന്ന് ചോദിച്ചപ്പോഴാണ് അനീഷ് ആ ഒരു കാര്യം എടുത്തിട്ട്, അല്ലാതെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ഒന്നും ചെയ്തിരുന്നു അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഷാനവാസ് നീ അവിടെ ഉണ്ടായിരുന്നോ? അപ്പം അതിലൊന്നും ഉണ്ടായിരുന്നു, അത്രയും അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത്. അപ്പം ഷാനവാസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് തലേന്ന് രാത്രി റിയാസും നെവിനും കൂടെ, നെവിൻ ഇത് കറിഞ്ഞു വന്നപ്പോൾ റിയാസ് പ്ലാൻ ചെയ്തിട്ട് മനഃപൂർവ്വം വന്നിട്ട് അന്നത്തെ ദിവസം കുപ്പി ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. നെക്സ്റ്റ് ടൈം അതായിരുന്നു പരിപാടി, പേഴ്സണലായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അതിലെ പറയുന്നത് അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ, അതിപ്പോ പറഞ്ഞപ്പോഴാണ് നമുക്ക് അറിയാവുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് അനീഷിനെ വിളിച്ച് ചോദിച്ച ടൈമും നീ അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് നീ ഒന്നും മിണ്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് ഷാനവാസ് പറയുന്നത് നിന്റെ ആവശ്യത്തിന് വേണ്ടി, അതായത് ആദിലയുടെ ആവശ്യത്തിന് വേണ്ടി ഷാനവാസിനെ യൂസ് ചെയ്യുമായിരുന്നു. ഷാനവാസ് ശരിക്കും പറഞ്ഞ ആ ഒരു നെവിന് ആയിട്ട് പാത്രം എറിഞ്ഞ പ്രശ്നത്തില് ആദിലയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വീണു. അതായത് എന്തുവായിരുന്നു, മോശപ്പെട്ട കാർഡിറക്കി കളിക്കുന്നു എന്ന് വീണു. അത് നെവിൻ പോയി ക്യാമറയുടെ മുമ്പിലും പോയി പറയുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയണമെന്ന്. അതേപോലെ അഭിലാഷിനോടും അക്ബറിനോടും ഒക്കെ പോയി നെവിൻ ഇത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദിലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത്, ആദില അതിൽ ലോക്കായി എന്ന് അറിഞ്ഞപ്പോഴാണ് ഷാനവാസ് വന്ന് ഇത് പുറത്തു നിങ്ങൾ പറഞ്ഞോളാൻ പറഞ്ഞത്. പക്ഷെ ഇതിൽ അവസാനം ഷാനവാസിനെ എല്ലാരും കൂടെ എടുത്തിട്ട് ഇത്രയും വ്യക്തിഹത്യ ചെയ്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുരുക്കിയിട്ടപ്പോഴും ഇവർ കൂടെ നിന്നില്ല. ഷാനവാസ് എന്തായാലും നാളെ ലാലേട്ടന്റെ അടുത്ത് നെവിനോട് സോറി ചോദിക്കാതിരുന്നതാ, എന്നിട്ട് അനീഷിനെ പേഴ്സണലി വിളിച്ച് പറയാന്നാണ് കരുതിയത്. ഇവര് കൂടെ നിൽക്കാത്തത് കൊണ്ട് എന്തായാലും ഇവർ കൂടെ നിൽക്കുന്നുണ്ട്, ഇനി അത് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊക്കെ പറയുന്നുണ്ട് അത് വേണ്ട, ഉള്ളത് അങ്ങ് തുറന്നു പറഞ്ഞാൽ മതി, ഇക്ക ഈ പകുതി വെച്ച് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഷാനവാസിന്റെ കൂടെ ഇവര് കൂടിയിട്ടുണ്ട്. എന്താവും അറിയില്ല കേട്ടോ. അതെ അതെ, രണ്ട് രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. രാവിലെ നിവിന്റെ കൂടെ നിൽക്കുന്നുണ്ട്, ഇപ്പൊ ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. എന്തോന്നറിയത്തില്ല. പിന്നെ കാര്യങ്ങൾ അറിയാതെ പക്ഷെ ഒരിടത്തും നിൽക്കാനും പറ്റത്തില്ല, അത് വേറൊരു കാര്യമാണ്. പക്ഷെ ഇവര് ഇത്രയും കുറ്റപ്പെടുത്തുകയും ഇത്രയും ഇൻവോൾവ് ആവുകയും ചെയ്യരുത് അല്ലേ, ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്. അത് മാത്രമല്ല ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയും മാസമായിട്ടൊക്കെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് നാളെ ലാലേട്ടനും വരുമ്പം നെവിനോട് സോറി ചോദിക്കായിരുന്നു ഞാൻ. ഇപ്പൊ അതിലെ നൂറേം കൂടെ നിൽക്കുന്നുണ്ട് ചോദിക്കത്തില്ലെന്ന് പറയുന്നത്, അതെന്താ? അതിലെ നൂറേം കൂടെ എന്നാ ചോദിച്ചാ
എന്തിനാ എപ്പോഴും പ്രീ മാറ്റി പറയണേ? അവര് ദൃക്സാക്ഷിയൊന്നും അല്ല, അവര് കൂടെ നിൽക്കുന്നല്ലേ ഉള്ളൂ. അതെന്തുവാന്ന് മനസ്സിലായില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ മാറി മാറി സംസാരിക്കുന്നുണ്ട്, എന്താ കാര്യം അറിയത്തില്ല. പിന്നെ ആദിലെ നൂറയുടെ ഒരു ഈ ഒരു ഡബിൾ സ്റ്റാൻഡും ഭയങ്കര മോശമാണ് കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ അവിടെ നിൽക്കുക. ഇപ്പൊ അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, അവിടെ അത് ആദ്യത്തെ ആഴ്ചോട്ട് അങ്ങനെ ആയിരുന്നല്ലോ. ഒരാഴ്ചയിലും ഓരോ ഇത് നോക്കിയിട്ടാണ് അതിലെന്ന് പറയും മാറി മാറി കളിക്കുന്നത്. ഓരോ ലാലേട്ടന്റെ എപ്പിസോഡ് വരെ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോ അവര് സ്റ്റാൻഡ് മാറ്റി കളിക്കും. അതെ, അപ്പൊ അങ്ങനെയാണ് ഇത്ര എപ്പിസോഡ് പോയേക്കുന്നത്. അപ്പൊ എന്തായാലും നാളെ ലാലേട്ടന്റെ എപ്പിസോഡാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ പ്രശ്നം എങ്ങനെ പോവും തീരും, ലാലേട്ടൻ എങ്ങനെ അത് ഡീൽ ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും വളരെ വളരെ മികച്ച ഒരു എപ്പിസോഡുകളാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത്. ഇതിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുത്ത് നിർത്തിക്കില്ലെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സെയിം തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് ആദ്യത്തെ ആഴ്ചയിൽ ഒരു റെഡ് കാർഡ് ഒക്കെ കാണിച്ചൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് വാൺ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഇത്ര ഇല്ലേ ടോപ്പിക്കുകൾ കയറി വരത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡ് നമുക്ക് വരെ കാത്തിരിക്കാം വളരെ ആകാംക്ഷയോടെ. അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സത്യം പറഞ്ഞാൽ നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും വെയിറ്റ് എങ്ങനെ രീതിയിൽ എടുക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് വന്നിട്ട് പറയുക അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. കാരണം എങ്ങനെ പറയും, ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരാളല്ലേ നെവിനെയും. അപ്പൊ നെവിന്റെ ഒരു ഇത് മോശപ്പെടുത്തിയിട്ട് നെവിന്റെ ഫാമിലിക്ക് വേറെ ഇതൊരു നടക്കിയിട്ടുണ്ടാവുന്ന ഇഷ്യൂസ് ബിഗ് ബോസ് ചെയ്തെന്ന് പറയൂ. ഇനിയിപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാനവാസിന്റെ കൂടെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കാനും ബിഗ് ബോസിന് പറ്റില്ല. അപ്പൊ ഇത് ഏത് രീതിയിൽ എടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് നാളെ കണ്ടറിയാം. മാത്രമല്ല ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ഷീല് കാര്യങ്ങളൊക്കെ ഈ ആഴ്ച കൊണ്ട് നിർത്തുമെന്നുള്ളതും ഒക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മുടെ ലാലേട്ടനാണ് ഏറ്റവും വലിയ ടാസ്ക് ഈ 7ന്റെ പണി കിട്ടിയിരിക്കുന്നത്. 7ന്റെ പണി എന്ന് പറഞ്ഞ സീസൺ തുടങ്ങിയിട്ട് കണ്ടസ്റ്റന്റ് അല്ല, നമുക്കും ലാലേട്ടനും ബിഗ് ബോസ് ടീമുകാർക്കുമാണ് 7ന്റെ പണി ഇവര് തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ കണ്ടറിയാം. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ അതുവരെയും ബൈ.